പിണറായി വിജയനാണ് SIR നടത്തുന്നത് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതാണോ സാധാരണക്കാരുടെ ഇടയ്ക്ക് എത്തുക, അതോ അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്? അത് വസ്തുതയാണ്. ഒരു പ്രചരണം അങ്ങനെ നടന്നു എന്നുള്ളത് ശരിയാണ്. ആ പ്രചരണത്തിന് കാരണമുണ്ട്, അതാണ് നമ്മൾ കാണേണ്ടത്. ആ പ്രചരണത്തിനുള്ള കാരണം കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തോതിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നൊരു വിഭാഗമല്ല, ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷം എല്ലാ കാലത്തും ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. കാരണം അത് ഒരു ബാധ്യതയാണ്, ഒരു കടമയാണ്, ചുമതലയാണ്. എന്തുകൊണ്ട്? ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമാണ്. ആ നിലപാടാണ് ഞങ്ങൾ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ചില വർഗീയ ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം വഹിച്ച പങ്ക്, അതിൽ ധീരമായ നിലപാട് തന്നെ ഇടതുപക്ഷം സ്വീകരിച്ചത്, ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാനത്തും സ്വീകരിച്ച നിലപാടുകൾ, ഇതെല്ലാം അവരുടെ അനുഭവത്തിലുണ്ടാവുകയാണ്. അപ്പോൾ അവർ മാറി ചിന്തിക്കുകയാണ് സ്വാഭാവികമായിട്ട്. എന്തിനാണ് ഞങ്ങൾ ഇവരെ എതിർക്കേണ്ട കാര്യം എന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ക്രമാനുഗതമായ മാറ്റം. ആ മാറ്റത്തിൻ്റെ ഫലം എന്തായി? ഇടതുപക്ഷത്തോട് മറ്റു തരത്തിലുള്ള അസ്വീകാര്യതയില്ലാതായി, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിരോധം അങ്ങോട്ട് പോയി. ഇടതുപക്ഷത്തെ നല്ല രീതിയിൽ കാണാനും ഇടതുപക്ഷത്തെ സ്വീകരിക്കാനും തയ്യാറാകുന്ന നില വന്നു. ഇത് വലിയ തോതിൽ ആപത്തായി ഒരു കൂട്ടർ കണ്ടു. അവരാണ് ഈ പ്രചരണം അഴിച്ചു വിട്ടത്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷത്തിന് സ്വീകാര്യരാണ് എന്ന് കാണുന്ന ആളുകളെയും പ്രസ്ഥാനങ്ങളെയും വൻതോതിൽ ഇകഴ്ത്തി കാണിക്കാൻ്റെ ശ്രമം നടത്തി. SIR എന്താണെന്ന് കാര്യവിവരമുള്ള എല്ലാവർക്കും അറിയാമല്ലോ, ആരാണ് കൊണ്ടുവന്നത്. SIRനെതിരെ നിലപാട് സ്വീകരിച്ചത്, ശക്തമായ നിലപാട് സ്വീകരിച്ച രാജ്യത്തെ ഇടതുപക്ഷമാണല്ലോ. ന്യൂനപക്ഷത്തിൻ്റെ വോട്ടവകാശം നിഷേധിക്കാനുള്ളൊരു പുറപ്പാട് എന്ന മട്ടിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇടതുപക്ഷം തയ്യാറായല്ലോ. ഇവിടെ കേരളത്തിൽ ശക്തമായ നിലപാടല്ലേ എടുത്തത്. ഞങ്ങൾ അസംബ്ലിയിൽ പ്രമേയമടക്കം അംഗീകരിച്ചല്ലോ. എല്ലാം ശക്തമായ നിലപാടല്ലേ എടുത്തത്. പക്ഷേ ആ SIR ഈ LDF ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്, പിണറായി വിജയൻ കൊണ്ടുവന്നതാണ് എന്ന് ചില ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ആ ശ്രമം എത്ര കണ്ടാ നിലനിൽക്കുക? അത് യഥാർത്ഥ വസ്തുത ആളുകൾ അറിയുന്നത് വരെ, അതുവരെ അതിന് ആയുസുള്ളൂ. ഇപ്പോൾ ആളുകളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ LDF പ്രവർത്തകരും കൃത്യമായി ഈ കാര്യങ്ങൾ ആളുകളെ വസ്തുതകൾ ധരിപ്പിക്കുക എന്ന പ്രചരണ രീതിയാണ് സ്വീകരിക്കാൻ പോകുന്നത്.